ഹായ്. അതെ, ഇന്ന് ലിക്വിഡേഷനെ കുറിച്ചിട്ടാണ്, ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനിയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ പൊതുവേ കേട്ടിട്ടുള്ളത് ഒരു കോൺസെപ്റ്റ് ആയിരിക്കാം, ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി. ലിക്വിഡേഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു കമ്പനിയെ നമ്മൾ നിയമപരമായിട്ട് നിർത്തുന്നൊരവസ്ഥയെ വിളിക്കുന്നവരാണ് ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി. സോ ഒരു കമ്പനി ഒരു ലാർജ് ഓർഗനൈസേഷനാണ്. നമ്മൾക്കറിയാം, ഒരു കമ്പനി ഫോം ചെയ്യുന്നത് കുറേ ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്, കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. സോ നമുക്കത് തുടങ്ങിയത് എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് അവസാനിപ്പിക്കണമെങ്കിലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ലീഗൽ പ്രൊസീജിയറിലൂടെ കടന്നു പോകണം. ആ ഒരു ലീഗൽ പ്രൊസീജിയറാണ് ഈ പറഞ്ഞിരിക്കുന്ന ലിക്വിഡേഷൻ. അപ്പം ലിക്വിഡേഷൻ ഈസ് നത്തിങ് ബട്ട് ഒരു കമ്പനിയെ ഇല്ലാതാക്കുന്നു, ഒരു കമ്പനിയെ നമ്മൾ അടച്ചു പൂട്ടി പോകുന്നൊരവസ്ഥയാണ്. നിയമപരമായിട്ട് അതിൻ്റെ ഉള്ളിലെ പ്രക്രിയകളെ പാലിച്ച് നമ്മൾ അടച്ചു പൂട്ടി പോകുന്നൊരവസ്ഥേനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, എന്താ പറയുക, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, അതിന് കുറേ പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, കമ്പനിയെ നിർത്താനും അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ചെയ്യുന്നത്, കമ്പനിയെ നമ്മൾ അടച്ചു പൂട്ടാൻ പോകുന്നതിന് മുമ്പ് നമ്മളൊരു കമ്പനിയിൽ ഒരു ലിക്വിഡേറ്ററെ നിയമിക്കുക എന്നുള്ളതാണ്. ലിക്വിഡേറ്റർ ആയിരിക്കും ഒരു കമ്പനിയിലെ ബാക്കി ലിക്വിഡേഷൻ പ്രക്രിയകൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനിയെ നമ്മൾ ലിക്വിഡേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരെയായിരിക്കണം? ലിക്വിഡേറ്ററിനായിരിക്കും. ലിക്വിഡേറ്റർ എന്ത് ചെയ്യും? കമ്പനിയെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ പാലിച്ച് അത് അടച്ചുപൂട്ടേണ്ട പ്രക്രിയകളെല്ലാം അദ്ദേഹം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ലിക്വിഡേറ്ററിൻ്റെ ജോലി. അപ്പോൾ പൊതുവേ ഒരു കമ്പനിയിൽ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കമ്പനിയിലെ എല്ലാ അസറ്റുകളും എൻ്റെ വാല്യൂസ് എടുത്ത് പരിശോധിക്കും. എത്രത്തോളം അസറ്റുകളുണ്ട്, എത്രത്തോളം ബാധ്യതകളുണ്ട് എന്നുള്ളതെല്ലാം പരിശോധിച്ച് അത് കറക്റ്റായിട്ട് ഓർഡറിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ലിക്വിഡേഷൻ പ്രക്രിയയിലൂടെ നടക്കുന്നത്. അപ്പോൾ ഏതൊരു ലിക്വിഡേറ്ററും ആദ്യം ചെയ്യുന്നത് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ഏതൊരു ലിക്വിഡേറ്ററും ചെയ്യുന്ന ആദ്യത്തെ പരിപാടി. അപ്പോൾ ആദ്യം തന്നെ ലിക്വിഡേറ്റർ എന്ത് ചെയ്യും? കമ്പനിയിലുള്ള എല്ലാ അസറ്റ്സും എടുത്ത് വിൽക്കും. അസറ്റുകളെല്ലാം എടുത്ത് വിറ്റതിന് ശേഷം ആ കിട്ടുന്ന പൈസ, അതിൽ നിന്നും കിട്ടുന്ന പൈസ ഉപയോഗിച്ച് നമ്മൾ ബാധ്യതകളെ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡേറ്റർ എപ്പോഴും കമ്പനിയിലെ അസറ്റുകൾ എടുക്കും, അസറ്റ് എടുത്തിട്ട് വിൽക്കും. ആ വിറ്റതിന് ശേഷം കിട്ടുന്ന പൈസ ഉപയോഗിച്ച് നമ്മൾ കടം വീട്ടും. അപ്പോൾ അവിടെയാണ് ഒരു ചോദ്യം വരുന്നത്, ഈ കടം എങ്ങനെയായിരിക്കണം വീട്ടേണ്ടതെന്നുള്ളത്. കാരണം കമ്പനിക്ക് കടം കൊടുത്തേക്കണ കുറേ ആൾക്കാരുണ്ട്. ഈ കമ്പനിക്ക് കടം കൊടുക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ കമ്പനിക്ക് നമ്മൾ കടം കൊടുക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള കുറേ ആൾക്കാർ അതിനായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ടാവും. അപ്പോൾ ഒരിക്കലും ലിക്വിഡേറ്ററിന് ഇഷ്ടക്കാർക്ക് വീതിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അതിനൊരു ഓർഡർ ഉണ്ട്. ഓക്കെ, അതാണ് ഓർഡർ ഓഫ് പേയ്മെൻറ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയ. അപ്പോൾ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് ഓർഡർ ഓഫ് പേയ്മെൻറ്റ് നടക്കുക എന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലാവും. ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കണം. അതിനുശേഷം ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ലിക്വിഡേറ്ററിന് കടം വീട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ കയ്യിൽ പൈസ വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ വേണമെങ്കിൽ നമ്മൾ അസറ്റ്സ് എടുത്ത് വിൽക്കണം. അപ്പോൾ അതിനെയായിരിക്കും റെസീപ്റ്റ്സ് എന്നറിയപ്പെടുന്നത്. നമ്മൾ റെസീപ്റ്റ്സ് ഇങ്ങോട്ടുള്ള വരവാണ്. ഒരു കമ്പനി പൂട്ടി കഴിയുമ്പോൾ നമുക്ക് കമ്പനിക്ക് എന്തൊക്കെ പൈസ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ അതിനേക്ക് വിളിക്കുന്ന പേരാണ് റെസീപ്റ്റ്സ്. അതേപോലെ തന്നെ പേയ്മെൻറ്റ്, ചിലവാക്കലുണ്ട്. അതാണ് ഈ ഓർഡർ ഓഫ് പേയ്മെൻറ്റിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. എന്തൊക്കെയാണ് നമ്മൾ ചിലവാക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതാണൊരു ഫോർമാറ്റ്. ആദ്യം കമ്പനി പൂട്ടുന്ന സമയത്ത് കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടോ എന്ന് നോക്കണം. ക്യാഷ് അറ്റ് ബാങ്കോ അല്ലെങ്കിൽ ഹാൻഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കണം, അല്ലേ? നമുക്ക് ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ്. അപ്പോൾ ക്യാഷ് അറ്റ് ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ഹാൻഡ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അസറ്റുകളൊക്കെ വിൽക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസറ്റ് റിയലൈസ്ഡ്. ഇപ്പോൾ എല്ലാ അസറ്റ്സും, നമുക്ക് ഏത് അസറ്റ് വേണമെങ്കിലും വിൽക്കാം. അതിന് ഫിക്സ്ഡ് അസറ്റോ കറണ്ട് അസറ്റോ ഒന്നും ഇല്ല. നമ്മുടെ സ്ഥാപനത്തിൽ എന്തൊക്കെ അസറ്റുകളുണ്ടോ അതെല്ലാം എടുത്ത് നമുക്ക് വേണമെങ്കിൽ വിൽക്കാം. അപ്പോൾ എന്തൊക്കെയായിരിക്കാം? കുറച്ച് അസറ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് എടുത്ത് എഴുതാം. സൺട്രി ഡെപ്റ്റേഴ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റോക്ക് വരുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്, അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് ഒരു ഫിക്സ്ഡ് അസറ്റ് ആണ്. പിന്നെ പ്ലാന്റ് ആൻഡ് മിഷനറി വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫർണിച്ചേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ നിരവധി അസറ്റുകളെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ എഴുതാം.
ഒരു സ്ഥാപനം വിൽക്കുന്നതിന് മുമ്പായിട്ട്, ആ ഒരു സ്ഥാപനം അടച്ചുപൂട്ടുന്നതിന് മുമ്പായിട്ട് ആ സ്ഥാപനത്തിലുള്ള എല്ലാ അസറ്റ്സ് എടുത്തും വിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ അസറ്റ് വിറ്റതിന് ശേഷം നമുക്ക് കുറെ പൈസ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ പൈസ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പേയ്മെന്റ് ഫുൾഫിൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മൾക്ക് ആൾക്കാർക്ക് കടം വീട്ടുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പൈസകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ നമ്മുടെ കടങ്ങളെല്ലാം വീട്ടുന്നത്. അതിൽ ആദ്യത്തെ പ്രക്രിയ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കമ്പനി പൂട്ടി പോണ സമയത്ത് ആദ്യം കടം വീട്ടേണ്ടത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനാണ്. എന്താണ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്? അത് എന്താന്ന് വരും വഴി ഞാൻ പറയാം, എന്തൊക്കെയാണ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്നുള്ളത് പറയാം. അതിനുശേഷം പിന്നെ കൊടുക്കേണ്ടത് ലിക്വിഡേഷൻ എക്സ്പെൻസുകളാണ്. ഇത് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി ചെലവുകളുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലിക്വിഡേഷൻ എക്സ്പെൻസുകളാണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ലിക്വിഡേഷൻ എക്സ്പെൻസ് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ടത് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ആണ്. ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ, അവർക്ക് ശമ്പളം കൊടുക്കണം. അതിനുശേഷം പിന്നീട് കൊടുക്കേണ്ടത് ഡിബെഞ്ചർ ഹോൾഡേഴ്സിനാണ്. ഡിബെഞ്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഡിബെഞ്ചർ ഹോൾഡറിനാണ് പൈസ സെറ്റിൽ ചെയ്യേണ്ടത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ വിൽ ബി ദ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ് അടുത്ത് വരുന്നത്. ആൻഡ് സിക്സ്ത് വൺ അൺസെക്യൂർഡ് ക്രെഡിറ്റർ. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. സെവൻത് വൺ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡർ, പ്രിഫറൻസ് ക്രെഡിറ്റർ അല്ല, പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. ആൻഡ് ദ എയ്ത്ത് വൺ, ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡർ. ഇക്വിറ്റി ഷെയർ ഹോൾഡർ. ഇത്രയും ആൾക്കാർക്കാണ് ഈ ഓർഡറിൽ കൊടുക്കേണ്ടത്. നമുക്ക് ഒരിക്കലും ഡിബെഞ്ചർ ഹോൾഡറിന് കൊടുത്തതിന് ശേഷം സെക്യൂർഡ് റിട്ടേൺ കൊടുക്കാം, അല്ലെങ്കിൽ അൺസെക്യൂർഡ് റിട്ടേൺ കൊടുത്തതിന് ശേഷം പ്രിഫറൻഷ്യൽ റിട്ടേൺ കൊടുക്കാം. അങ്ങനെ പറ്റില്ല. ഈ ഒരു ഓർഡർ എല്ലായിടത്തും ഫോളോ അപ്പ് ചെയ്യണം. ഈ ഓർഡറിൽ നമുക്ക് പൈസ കൊടുത്ത് തീർക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തതിന് ശേഷം ബാക്കി മിച്ചം തന്നെ പൈസ ഉപയോഗിച്ച് നമുക്ക് ലിക്വിഡേഷൻ എക്സ്പെൻസ് ചെയ്യാൻ പറ്റുള്ളൂ, ലിക്വിഡേഷൻ റെമ്യൂണറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, ഡിബെഞ്ചർ ഹോൾഡറിന് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് മിച്ചം തന്നെ പൈസ ഉണ്ടെങ്കിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കും, പിന്നെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും, ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് കൊടുക്കും. ബാക്കി എന്തെങ്കിലും വന്നാൽ ഈ ഓർഡർ ഓഫ് പേയ്മെന്റ് അവസാനം വരെ നിലനിൽക്കുന്നതെന്ന് നിർബന്ധമില്ല. ചില സമയത്ത് കമ്പനിക്ക് പൈസ ചിലപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ തീർന്നു പോകാം, രണ്ടാമത്തെ ഘട്ടത്തിൽ തീർന്നു പോകാം. അതുകൊണ്ട് അതിന്റെ ഓർഡർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഓർഡർ സെറ്റ് ചെയ്ത് വെക്കണതിന് കാരണം അതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ഓരോരുത്തരുടെ ടേംസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത്. ആദ്യം ഈ പറഞ്ഞിരിക്കുന്ന സെക്യൂർഡ് ക്രെഡിറ്റർ എന്താ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് നമുക്ക് ആ വാക്കിൽ തന്നെ ഉണ്ട്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സേഫ് സോണിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്ക് കമ്പനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്രെഡിറ്റേഴ്സ് പൈസ കൊടുക്കുന്ന സമയത്ത് ഈ ക്രെഡിറ്റേഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന കമ്പനിക്ക് ഈ കടം കൊടുക്കുന്ന സമയത്ത് ഇവർ വെറുതെ കടം കൊടുക്കത്തില്ല. ഇവരെന്ത് ചെയ്യും? കമ്പനീന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും അസറ്റ്സ് പ്ലെഡ്ജ് ചെയ്യും. മനസ്സിലായോ? അതിന്റെ ആധാരമോ അല്ലെങ്കിൽ അതായിട്ട് അനുബന്ധപ്പെട്ട എന്തെങ്കിലും അസറ്റ്സ് പ്ലെഡ്ജ് ചെയ്യും. അങ്ങനെ പ്ലെഡ്ജ് ചെയ്യുമ്പോൾ ആ ക്രെഡിറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഈ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പൊ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. ഇനി അവർക്ക് അഥവാ കമ്പനി പറഞ്ഞ ക്രെഡിറ്റേഴ്സിന് കൊടുത്തില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്രെഡിറ്റേഴ്സിന് കയ്യിൽ അവരുടെ കമ്പനീന്റെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചേക്കണ അസറ്റ് എടുത്ത് വേണമെങ്കിൽ വിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് അവർ കുറച്ചും കൂടി സെക്യൂർഡ് ആണെന്ന് പറയുന്നതിന് കാരണം. മനസ്സിലായോ? അതിനുശേഷം വരുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ അല്ല, ലിക്വിഡേറ്റേഴ്സ് എക്സ്പെൻസ് ആണ്. ലിക്വിഡേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതായിട്ട് അനുബന്ധപ്പെട്ട കുറേ ചെലവുകളും കാര്യങ്ങളും ഒരു സ്ഥാപനത്തിന് വരാം. അപ്പൊ അങ്ങനെ ഒരു ലിക്വിഡേറ്ററിന് ഈ പറഞ്ഞിരിക്കുന്ന കുറെ ചെലവുകൾ വന്നിട്ടുണ്ട്, ഇത് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി കുറെ ചെലവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലിക്വിഡേഷൻ എക്സ്പെൻസ്. അതായിരിക്കണം രണ്ടാം ഘട്ടത്തില് നമ്മൾ കൊടുത്തു തീർക്കേണ്ട പൈസ.
പിന്നീട് മൂന്നാമത്തെ ഇത് എന്ന് പറഞ്ഞാൽ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ആണ്. നമുക്കറിയാം, ആരും നമുക്ക് വേണ്ടി വെറുതെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യില്ല. ഇവർ ചെയ്യുന്നത് ഒരു ശമ്പളത്തിന് വേണ്ടിയിട്ടാണ്. അതിനെയാണ് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. പൊതുവെ ഇവർ ലിക്വിഡേറ്റർ റെമ്യൂണറേഷൻ കൈപ്പറ്റുന്നത് ഫിക്സഡ് സാലറി ഒന്നും ഇല്ല. അവർ എന്തെങ്കിലും പെർസെൻറ്റേജ് ചോദിക്കും. ചിലപ്പോൾ അസറ്റ് വിറ്റതിന്റെ ഒരു 2% തരൂ എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സൺഡ്രി ക്രെഡിറ്ററിന് കൊടുക്കാൻ പോകുമ്പോൾ 2%, 3% അങ്ങനെയൊക്കെ ഒരു ചോദിക്കും. അപ്പൊ പെർസെൻറ്റേജ് കണക്കിലാണ് അവർ എന്തിന്റെയെങ്കിലും ഒരു പെർസെൻറ്റേജ് കണക്കിലായിരിക്കും ലിക്വിഡേറ്റേഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന റെമ്യൂണറേഷൻ സ്വീകരിക്കുന്നത്. ഇനി റെമ്യൂണറേഷൻ കഴിഞ്ഞാൽ പിന്നെയുള്ളതാണ് ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് കടപ്പത്രം ഇറക്കി നമുക്ക് വേണമെങ്കിൽ കടം മേടിക്കാം ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഡിബഞ്ചേഴ്സ് കൊടുക്കാന്നുള്ളതാണ്. നമ്മൾ ഡിബഞ്ചേഴ്സ് എടുക്കുന്ന സമയത്ത് അവർക്കത് പ്രിഫറൻസ് കൊടുക്കണം. കാരണം നമ്മൾ ലോങ് ടേം ആയിട്ട് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ കടപ്പത്രം ഇറക്കും. നമ്മൾ ഇത്രയും നാളുകൾക്കുള്ളിൽ തരാം എന്നുള്ള കടപ്പത്രം ഇറക്കും. അതിനാണ് ഡിബഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഡിബഞ്ചേഴ്സിന് സെറ്റിൽ ചെയ്യാന്നുള്ളതാണ് അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. പ്രക്രിയ അല്ല, ആളാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഈ കമ്പനി അക്കൗണ്ട്സിൽ അവർ പറയുന്ന പ്രകാരം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് ആരൊക്കെയാണുള്ളത് ഡീറ്റെയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുക. ആദ്യത്തെ ഒന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓൾഡ് റവന്യൂസ്, അല്ലെങ്കിൽ ടാക്സസ്, അല്ലെങ്കിൽ റേറ്റ് എന്തെങ്കിലും റവന്യൂ ടാക്സോ അല്ലെങ്കിൽ റേറ്റുകൾ എന്തെങ്കിലും സെൻട്രൽ ഗവൺമെന്റിനോ അഥവാ സ്റ്റേറ്റ് ഗവൺമെന്റിനോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിക്കോ കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ അവർ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്റെ പരിധിയിൽ വരും. ഓക്കെ, അപ്പോൾ ഓൾ റവന്യൂ ടാക്സസ് റേറ്റ്സ് ടു ദ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി, അവരൊക്കെ ആരാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു കര അടച്ചു തീർക്കാനുണ്ട് കമ്പനിക്ക്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടച്ചു തീർക്കാനുണ്ട്. എക്സാമ്പിൾ പറയുന്നത് ഇൻകം ടാക്സ് അടക്കണം. അപ്പൊ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആരായി? പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ആയി. കാരണം അത് ഗവൺമെന്റ് അതോറിറ്റിയാണ്, അല്ലെ? സെൻട്രൽ ഗവൺമെന്റ് അതോറിറ്റിയാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന പൈസ കൊടുക്കണം. അതാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. രണ്ടാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് ഓൾ വേജസ്, എല്ലാ ശമ്പളവും, ഓൾ വേജസ് ഓർ സാലറി, എല്ലാ കൂലിയും ശമ്പളവും ഓഫ് ആൻ എംപ്ലോയി പ്രിഫറൻഷ്യൽ ആണെന്ന് പറയുന്നത്, അല്ലെ? എല്ലാ എംപ്ലോയീസിന്റെ എല്ലാ വേജസും ശമ്പളവും പ്രിഫറൻഷ്യൽ ആണ്. പക്ഷേ അതിലൊരു കാര്യം പറയുന്നുണ്ട്, ബട്ട് നോട്ട് എക്സീഡിങ് 4 months. എന്ന് പറയുന്നുണ്ട്. 4 മാസത്തില് കൂടാൻ പാടില്ല. ശമ്പളം എന്ന് പറയുന്നത് 4 മാസത്തിന് മേളിൽ കൂടാൻ പാടില്ല എന്നും കൂടി പറയുന്നുണ്ട്. ഒരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട്, ദ എമൗണ്ട് പേയബിൾ should not exceed 20,000 for one claimant. അതിന്റെ അർത്ഥം എന്താ? ദാറ്റ് മീൻസ് എല്ലാ ശമ്പളവും വേജസും എംപ്ലോയീസിന്റെ എല്ലാ ശമ്പളവും വേജസും പ്രിഫറൻഷ്യൽ ആണ്. പക്ഷെ അത് 4 മാസത്തെ ശമ്പളത്തിന് മേളിൽ പോകാനും പാടില്ല. പിന്നെ 20,000 മേളിൽ ഒരു വ്യക്തിക്ക് പോകാൻ പാടില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കൊരു മാസം 10,000 രൂപയാണ് ശമ്പളം എന്ന് വിചാരിക്കാം. ഒരു മാസം 10,000 രൂപയാണ് ശമ്പളം, അല്ലേ? അപ്പോൾ കമ്പനിയിൽ 10,000 രൂപ ശമ്പളമുണ്ട്. അപ്പൊ നമുക്ക് കണ്ടീഷൻ എന്താ? എനിക്ക് ഒരു 8 മാസമായിട്ട് കിട്ടിയിട്ടില്ല ശമ്പളം. 8 മാസമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് 80,000 രൂപ കിട്ടണം. 8 മാസമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് എന്താ കിട്ടണം? 80,000 രൂപ കിട്ടണം. പക്ഷെ ഈ 80,000 രൂപ പ്രിഫറൻഷ്യലിന്റെ പരിധിയിൽ വരില്ല. അവരെന്താ പറയണത്? നമ്മുടെ ശമ്പളം 4 മാസം വരെ പ്രിഫറൻഷ്യലുള്ളൂ. അപ്പൊ 4 മാസം വരെ ശമ്പളം പ്രിഫറൻഷ്യലാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും 40,000 കുഞ്ഞ് കിട്ടുന്നു. ഇല്ല, അപ്പോഴും കിട്ടില്ല. നമുക്ക് എത്ര രൂപയുള്ളൂ? മാക്സിമം കൂടിപ്പോയി കഴിഞ്ഞാൽ 20,000 രൂപ വരെ നമുക്ക് തരത്തുള്ളൂ. ഇതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ്. അപ്പൊ എല്ലാ വേജസും സാലറിയും പ്രിഫറൻഷ്യൽ ആണ്. പക്ഷെ 4 മാസത്തിന് മേളിൽ പോകാൻ പാടില്ല. അതേപോലെ തന്നെ ഒരാൾക്ക് 20,000 മേളിലും പോവാൻ പാടില്ല എന്നും കൂടി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു പോയിന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഹോളിഡേ റെമ്യൂണറേഷൻ എന്ന് പറയും. ഹോളിഡേ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്.
അക്രൂഡ് ഹോളിഡേ റെമ്യൂണറേഷൻ, കിട്ടാതിരിക്കുന്ന ഇത് ഹോളിഡേ നമുക്ക് കാലങ്ങളായിട്ട് കിട്ടാതിരിക്കുന്ന റെമ്യൂണറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പ്രിഫറൻഷ്യൽ ആണ്. ഹോളിഡേ റെമ്യൂണറേഷൻ എന്നൊക്കെ പറയും എംപ്ലോയീസിന് കൊടുക്കേണ്ടത്. മനസ്സിലായോ? നമ്മളിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ഹോളിഡേ ഉള്ള സമയത്ത് നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് ഒരു സ്ഥാപനത്തിൽ, ഹോളിഡേ ഉള്ള സമയത്തും നമ്മൾ വന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ പ്രിഫറൻഷ്യൽ ആണ് എന്നും കൂടി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു പോയിന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ESI. നിങ്ങൾക്കറിയാം ESI എന്താണെന്നറിയാം? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അല്ലേ? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ടിൽ വരുന്ന ഈ പറഞ്ഞിരിക്കുന്ന ESIന്റെ കോൺട്രിബ്യൂഷൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക്മാൻ കോമ്പൻസേഷൻ, ഞാൻ കേട്ടിട്ടുള്ള വാക്കുകളാണ് അതൊക്കെ. വർക്ക്മാൻ കോമ്പൻസേഷൻ, നഷ്ടപരിഹാര തുക, വർക്ക്മാൻസിനോട് നഷ്ടപരിഹാര തുക, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊവിഡന്റ് ഫണ്ട് അല്ലെ, PF പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ഇങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രിഫറൻഷ്യൽ ആണ്. ഇത് മുഴുവനും പ്രിഫറൻഷ്യൽ ആണ്. ഓക്കെ. പിന്നെ അവസാനത്തെ ഒരു പോയിന്റ് കൂടെ നമുക്ക് പറയാനാണെങ്കിൽ എനി കൈൻഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞിരിക്കുന്ന പ്രിഫറൻഷ്യൽസിന്റെ പരിധിയിൽ വരും. അപ്പൊ ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യം. ഓക്കെ. ഇനി നമ്മൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞ് ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന അൺസെക്യൂർഡ് ക്രെഡിറ്റർ ആരാന്നാണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനെ കുറിച്ചാണ്. ഇനി അൺസെക്യൂർഡ് ക്രെഡിറ്റർ ആരാന്നും കൂടി നമുക്ക് നോക്കാം. ഈ അൺസെക്യൂർഡ് ക്രെഡിറ്റർ നമ്മൾ അറിയാമായിരുന്നു. ക്രെഡിറ്റേഴ്സ് എന്താ, സെക്യൂർഡ് ക്രെഡിറ്റർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, മനസ്സിലായി. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്ലെഡ്ജ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അൺസെക്യൂർഡ് ക്രെഡിറ്റർ എന്ന് പറഞ്ഞ ക്രെഡിറ്റർ നമുക്ക് കടം തരുന്നുണ്ട്, കമ്പനിക്ക് കടം കൊടുക്കുന്നുണ്ട് അല്ലേ? പക്ഷേ കമ്പനി ഇൻ റിട്ടേൺ തിരിച്ചൊന്നും നമുക്ക് അസറ്റ് ഒന്നും തരുന്നില്ല, അപ്പൊ നമുക്ക് അതെന്തായി അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്റെ പരിധിയിൽ വരും. ഓക്കെ. അതിനുശേഷം പിന്നെയുള്ളതാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞ ആളിനാണ് ഇതിന് കൊടുക്കും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്താ? മുൻഗണന കൊടുക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് ഒരു സ്ഥാപനത്തിൽ. അവർക്കായിരിക്കും മുൻഗണന കൊടുക്കുന്നത്. നമ്മൾ ചിലപ്പോൾ കമ്പനിയോട് ഇൻവൈറ്റ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം, അവർക്ക് മുൻഗണന കൊടുക്കും. അങ്ങനത്തെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അവർക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അവസാനത്തെ നിർഭാഗ്യവാൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയുന്നത് എന്തുകൊണ്ടാ? ആള് നിർഭാഗ്യവാൻ എന്ന് പറയുന്നതിന് കാരണം അവർ ഒരു പക്ഷേ ലാസ്റ്റ് അവർക്ക് കിട്ടുന്ന പൈസ ആയിരിക്കും, അതുവരെ അവർക്ക് കിട്ടണം നിർബന്ധമില്ല. അപ്പൊ ആ നിർഭാഗ്യവാനെ വിളിക്കുന്ന പേരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് കൂടി അറിയപ്പെടും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനിയാണ്, അവരാണ് കമ്പനീന്റെ ഓണേഴ്സ്. അവർക്കായിരിക്കും മിച്ചം എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ കിട്ടുന്നത്. ഇവരാണ് അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. ഇതാണ് സംഭവം. അപ്പൊ ഈ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണത് നിങ്ങൾ പഠിക്കണം. പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഇതായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നല്ല രീതിയിൽ നമുക്ക് ഈ ഓർഡർ തെറ്റാതെ തന്നെ നമുക്ക് ഇത് ഫസ്റ്റ് വൺ സെക്യൂർഡ് ആണ്, രണ്ടാമത്തെ വൺ ലിക്വിഡേഷൻ എക്സ്പെൻസ് ആണെന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചാലേ നമുക്കത് ആ പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ.